മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിൻ്റെ യഥാർത്ഥ സന്ദേശം, സനാതനധർമ്മത്തിൻ്റെ അഥവാ ഭാരതീയ പൈതൃകത്തിൻ്റെ യഥാർത്ഥ സന്ദേശം 18 മന്ത്രങ്ങളിലൂടെ ഈശാവാസ്യ ഉപനിഷത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ധന്യമായിട്ടുള്ളൊരു മന്ത്രമുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് മാത്രം വേദത്തിൻ്റെ അകത്തുള്ള ഉപനിഷത്താണ്. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് വേദമന്ത്ര, എക്സ്റ്റൻഷൻ ഓഫ് വേദമന്ത്ര, എക്സ്റ്റൻഷൻ ഓഫ് വേദ. 40th ചാപ്റ്റർ, 40ാമത്തെ അധ്യായമാണ് ഈശാവാസ്യോപനിഷത്ത്, യജുർവേദത്തിൻ്റെത്. അതിലൊരു സന്ദേശമുണ്ട്, വണ്ടർഫുൾ ആയിട്ടൊരു മെസ്സേജാണ്. അന്ധം തമ പ്രവിശന്തി യേ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യവു വിദ്യായാം രതാഹ. ഒരുപക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു മന്ത്രമാണത്. ദ സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ബ്ലൈൻഡ്, റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ലെയിം എന്ന് പറഞ്ഞത്. അതിനേക്കാൾ ഭംഗിയായിട്ട് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ 13ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മുക്ഷ്യത്തെ അശുഭാത്. ഈവൻ ആത്മീയത പോലും സയൻസിന്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാവുന്നത്. ജ്ഞാനം വിജ്ഞാനസഹിതം, ജ്ഞാനം ആത്മീയ വിദ്യ, വിജ്ഞാനസഹിതം സയൻസോടുകൂടി, യത് ജ്ഞാത്വ അറിഞ്ഞാൽ, അറിഞ്ഞിട്ട്, മോക്ഷ്യത്തെ അശുഭാത്, അശുഭം അന്ധവിശ്വാസം, നെഗറ്റീവുകള്, ദുരാചാരങ്ങള്, അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യജുർവേദത്തിന്റെ ഭാഗമായിട്ടുള്ള ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നു, അന്ധം തമ പ്രവിശന്തി യേ അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, അന്ധം തമ പ്രവിശന്തി, അവർ സിംഗുലർ അല്ല, പ്ലൂരലാണ്. അവരെ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം പ്രവേശിക്കുന്നു. തതോ ഭൂയ, അത് തന്നെ സംഭവിക്കുന്നു. യൗ വിദ്യായാം രതാഹ തതോ ഭൂയ ഇവ തേ തമോ, അതേപോലെയുള്ള ഇരുട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ആര്? യൗ വിദ്യായാം രതാഹ, ആത്മീയത കൊണ്ട്, അതുകൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, അവർക്കും തതോ ഭൂയ, അത് തന്നെ സംഭവിക്കുന്നു. അതേപോലെയുള്ള ഇരുട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ചില സന്യാസിമാർ പറയാറുണ്ട്, നിങ്ങൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, നാമം ജപിച്ചോളൂ, വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന്. എന്തൊരു അബദ്ധാണല്ലേ! അവർക്ക് തന്നെ അത് ചെയ്താൽ പോലെ, അവരുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട്. അപ്പൊ പ്രായോഗികമല്ലാത്ത അന്ധമായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടാക്കാനും വെച്ചു പുലർത്താനും ചിലർ ശ്രമിക്കുന്നത് നമ്മുടെ ഈ നാടിന്റെ പൈതൃകത്തിന്റെ അടിസ്ഥാന സന്ദേശങ്ങൾക്ക്, വേദ സന്ദേശങ്ങൾക്ക് പോലും എതിരാണ്. നാമം ജപിക്കുന്നത് തെറ്റാണെന്നല്ല, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തെറ്റാണെന്നല്ല, ആത്മീയത വെച്ചു പുലർത്തുന്നത് തെറ്റാണെന്നല്ല. നാമം ജപിച്ചോളൂ, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, ഇവിടെയാണ് തെറ്റുള്ളത്. വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ, എല്ലാം ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചോളൂ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അല്ല, ഗുരുവായൂരിൽ അപ്പനിൽ അർപ്പിച്ചു പ്രവർത്തിച്ചോളൂ. നാമം ജപിച്ച് നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് ധന്യമായി ഡിവോഷൻ, ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും കൂടി ജപിച്ച് ചെയ്തോളൂ. ഈശ്വരനല്ല നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഈശ്വര വിശ്വാസം നമ്മളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്നു.
ഈശ്വര വിശ്വാസം നമുക്ക് സപ്പോർട്ട് തരുന്നു. അതാണ് നമ്മളിപ്പോ ഒരു ട്രെയിനിൽ കയറുമ്പോഴും ഡൽഹിയിലേക്ക് പോകുമ്പോഴും അത് ഡൽഹി വരെ എത്തുമെന്നുള്ള വിശ്വാസമാണ്. ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിലേക്ക് പോകുമ്പോഴും അത് അമേരിക്ക വരെ പോകുമെന്നുള്ള വിശ്വാസമാണ്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴും അത് നല്ല ഭക്ഷണമാണ്, വയറിന് പ്രോബ്ലം ഉണ്ടാക്കില്ല എന്ന വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസം നമുക്ക് എത്രത്തോളം സ്ട്രെങ്ത് തരുന്നുണ്ടെന്നറിയാമോ? എല്ലാ കാര്യത്തിലും. ഒരു കുട്ടി വൈകുന്നേരമായാൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോകും. കാരണം അറിയോ, പകല് മുഴുവനും അതിന് വിശ്വാസം കൊണ്ട് ആരുടെ കൂട്ടത്തിൽ ഇരുന്നാലും പ്രശ്നമില്ല. ഇരുട്ട് വ്യാപിച്ചാൽ അമ്മയാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്, അമ്മയെ പോലെ വേറെ ആരുമില്ല. അതാണ് സന്ധ്യ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ അമ്മയുടെ കൂട്ടത്തിലായിരിക്കുക, അമ്മയുടെ കൂട്ടത്തിലേ പോവാ. ഈ ജീവിതത്തില് അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്കുള്ള വിശ്വാസം, കാരണം അവരുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുട്ടിയുടെ വിശ്വാസം, അച്ഛൻ്റെ കൈ എനിക്ക് താങ്ങാണ്. ഇവിടെയാണ് ഈശാവാസ്യ ഉപനിഷത്തിലെ വരികള്. അന്തം തമ പ്രവിശന്തി അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട്, എക്സ്പെരിമെന്റബിൾ നോളജ് കൊണ്ട്, എക്സ്റ്റേണൽ നോളജ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, ആരെല്ലാമാണോ വിചാരിക്കുന്നത്, അവര് അന്തം തമ പ്രവിശന്തി, കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കുന്നു. തതോ ഭൂയ ഇവതേ തമോ യവ വിദ്യായാം രഥാഹ. അത് തന്നെ സംഭവിക്കുന്നു. ആത്മീയത കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ധരിച്ചു മുമ്പോട്ട് പോകുന്നവർക്ക്. അതുകൊണ്ട് വിദ്യാം ച അവിദ്യാം ച എസ്തത് വേദ ഉഭയം സഹ. ആത്മീയമായ വിദ്യ എന്നൊരു വിദ്യയുണ്ട്, സയന്റിഫിക് നോളജ് എന്ന് പറയുന്ന ശാസ്ത്രീയ വിദ്യയുണ്ട്. രണ്ട് തരത്തിലുള്ള അറിവില് സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖത്തെ അതിജീവിച്ച് അവിദ്യയാ മൃത്യും തീർത്തുക വിദ്യയാ മൃതമശ്നുതേ. ആത്മീയമായ വിദ്യ കൊണ്ട് ശാശ്വത ശാന്തിയിലേക്ക് പ്രയാണം ചെയ്യാം. ആത്മീയ വിദ്യ മാനസികമായ ശാന്തിയിലേക്കും, സയന്റിഫിക് ആയിട്ടുള്ള നോളജ് മനസ്സിന്റെയും ശരീരത്തിന്റെയും നന്മയ്ക്കും. രണ്ടും കൂടി വേണം. സിമന്റും വേണം, ഇഷ്ടികയും വേണം. എങ്കിലേ കെട്ടിടത്തിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, ജീവിതത്തിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ആത്മീയതയും ഭൗതികതയും അല്ലെങ്കിൽ ശാസ്ത്രീയതയും ഒരുമിച്ച് ചേർത്താൽ അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതില്ലാതെ ജീവിച്ചവരെല്ലാം ജീവിതാന്ത്യത്തില് അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നവർ തന്നെയാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ ആത്മീയത ജീവിതത്തിൽ പകർത്തണം. പ്രണാമം, നമസ്കാരം.